ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സെബി ക്ലീൻ പ്ലാൻ പ്രോഗ്രാം, DPIIT, ഡേ NRLM, പ്ലേസസ് ന്യൂസ് ആയിട്ട് നാങ്കായ് ട്രോഫ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെബിയെക്കുറിച്ചാണ്. സോ നമ്മളിപ്പോൾ സെബിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, അമേരിക്കയിലുള്ളൊരു സ്ഥാപനമായിട്ടുള്ള ഹിൻഡൻബർഗ് റീസെൻ്റ്ലി വീണ്ടും ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിലവിലെ സെബി ചെയർപേഴ്സൺ അഗെയിൻസ്റ്റ് ആയിട്ട് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അലിഗേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെയും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ സെബിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ സെബി അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1988 ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അന്ന് 1988 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇതൊരു ഗവൺമെൻറ് റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വരുന്നത്. നമ്മൾ ചില സൈറ്റുകളിലൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ സെബി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് 92 കാണാൻ പറ്റും. പക്ഷേ 92 സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് വരുന്നത്. അതിന് മുമ്പ് 88 തൊട്ടേ സെബി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് 92 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സെബിക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിങ് കിട്ടുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി സെബി എന്താണെന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് സെബി എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻസൊക്കെ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ പവേഴ്സൊക്കെ ഇവർക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി സെബിയുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് സെക്യൂരിറ്റീസിനകത്തുള്ള നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അതുകൂടാതെ ഇന്ത്യയുടെ സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ആ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അവിടെയൊക്കെ അവരുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി സെബി 1988 നിലവിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യയുടെ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ബോഡിയായിരുന്നു. ഓക്കെ, അത് ബേസിക്കലി 1947 ക്യാപിറ്റൽ ഇഷ്യൂസ് കൺട്രോൾ ആക്ട് എന്ന് പറയുന്ന ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് ആയിരുന്നു സെബിയുടെ ഒരു പ്രീഡെസസർ എന്ന് പറയുന്നത്. ഇനി സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മുംബൈ ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് കൂടാതെ ഇവർക്ക് അഹമ്മദാബാദ്, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി എന്നീ സ്ഥലങ്ങളിൽ റീജിയണൽ ഓഫീസസ് ഉണ്ട്. ഇത് കൂടാതെ ഇനി സെബിയുടെ കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെയർമാനും അതുപോലെ തന്നെ മറ്റുള്ള മെമ്പേഴ്സുമാണ് സെബിക്കകത്തുള്ളത്. ഇതിനകത്ത് ഫുൾ ടൈം മെമ്പേഴ്സും ഉണ്ട്, പാർട്ട് ടൈം മെമ്പേഴ്സും ഉണ്ട്. ഇനി സെബുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പേരാണ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ SIT എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സെബി ഒരു റെഗുലേറ്ററി ബോഡി ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ചില ക്വാസി ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ക്വാസി ജുഡീഷ്യൽ പവേഴ്സ് എക്സസൈസ് ചെയ്തുകൊണ്ട് സെബി എടുക്കുന്ന തീരുമാനങ്ങൾക്കകത്ത് അഗ്രീഡ് ആയിട്ടുള്ള, അതിനകത്ത് പരാതിയുള്ള ആളുകൾക്ക് സെബിയുടെ തീരുമാനങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന അപ്പലേറ്റ് അതോറിറ്റിയാണ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 2 മെമ്പേഴ്സുമാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഗവൺമെന്റ് ഇനീഷ്യേറ്റീവിനെ കുറിച്ചാണ്. ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ CPP എന്നാണ് ഈ പദ്ധതിയുടെ പേര്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 13 ഒരു എക്സ്പ്ലെയിനർ ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹൗ സെന്റേഴ്സ് ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാം പ്ലാൻസ് ടു ബൂസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ബേസിക്കലി ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ ഹോർട്ടിക്കൾച്ചർ സെക്ടറിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഫ്രൂട്ട് ക്രോപ്സ്, ഓക്കെ, അതായത് ഫലവൃക്ഷങ്ങൾ, അതിൻ്റെ ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സോ ഇത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയറിൻ്റെ കീഴിലാണ് ഈ പദ്ധതി വരുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡും അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അല്ലെങ്കിൽ ICAR-ഉമായിട്ട് ചേർന്ന് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡാണ് ഈ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ പദ്ധതിയുടെ ഫണ്ടിങ് വരുന്നത്, ഇതിൻ്റെ 50% ഫണ്ടിങ് സെൻട്രൽ ഗവൺമെൻറ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക്കലി ഈ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ MIDH എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഫണ്ടിൽ നിന്നാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള 50% പണം കണ്ടെത്തുന്നത്. ബാക്കി 50% ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ലോൺ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഈ പദ്ധതിക്കകത്ത് വരുന്ന പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഈ പദ്ധതിയുടെ ഭാഗമായിട്ട്
നമ്മുടെ ഇന്ത്യയിൽ ഉടനീളമായിട്ട് 9 വേൾഡ് ക്ലാസ് ക്ലീൻ പ്ലാന്റ് സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ടിഷ്യൂ കൾച്ചർ ലാബ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുക. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക്സ് ഉണ്ടാവും, ടിഷ്യൂ കൾച്ചർ ലാബ്സ് ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള 9 വേൾഡ് ക്ലാസ് ക്ലീൻ പ്ലാന്റ് സെന്റേഴ്സ് ഉണ്ടാവും. രണ്ടാമതായിട്ട് ഈ പറയുന്ന ഈ പ്ലാന്റുകളുടെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റോബസ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ സിസ്റ്റം നടപ്പിലാക്കും എന്ന് പറയുന്നുണ്ട്. 1966 സീഡ്സ് ആക്ടിന്റെ കീഴിൽ ഒരു റോബസ്റ്റ് സർട്ടിഫിക്കേഷൻ സിസ്റ്റം ഈ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കും. മൂന്നാമതായിട്ട് പറയുന്നത് ഇന്ത്യയിലെ ലാർജ് സ്കെയിൽ നഴ്സറീസിനെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഇത്തരത്തിലുള്ള ലാർജ് സ്കെയിൽ നഴ്സറീസിന് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ക്ലീൻ പ്ലാന്റിംഗ് മെറ്റീരിയൽസിന്റെ എഫിഷ്യന്റ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് ലാർജ് സ്കെയിൽ നഴ്സറീസിന് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ ഫാമേഴ്സിനും ഈ ക്ലീൻ പ്ലാന്റ് മെറ്റീരിയൽസിന് അഫോർഡബിൾ ആക്സസ് കൊടുക്കുന്നത് ഒരു പ്രയോറിറ്റി ആയിട്ട് വെക്കും. അതായത് ഇതിനകത്തൊരു ഡിസ്ക്രിപ്ഷൻ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇൻകം ലിമിറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവരുടെ ലാൻഡ് ഹോൾഡിംഗ് സൈസോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ എല്ലാ ഫാമേഴ്സിനും ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ആക്സസ്, ക്ലീൻ പ്ലാന്റ് മെറ്റീരിയൽസിലേക്ക് അഫോർഡബിൾ ആക്സസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷനകത്ത് വനിതാ കർഷകർക്ക് കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുക്കും, അല്ലെങ്കിൽ അവരുമായിട്ട് ആക്റ്റീവ്ലി എൻഗേജ് ചെയ്യും എന്നും പറയുന്നുണ്ട്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് DPIIT കുറിച്ചാണ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 ഒരു വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് ബേസിക്കലി നമ്മുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ, യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് 1995 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ, അല്ലെങ്കിൽ DIPP എന്നുള്ള പേരിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഇതിന്റെ പേര് മാറ്റുന്നത് ഈ റീസെന്റ് ആയിട്ടാണ്, 2019. ഇനി ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പോളിസി, അത് ഇൻഡസ്ട്രിയൽ പോളിസി തീരുമാനിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇന്ത്യയിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഇന്ത്യയിലെ ഓവർസീസ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഈ രണ്ട് കാര്യങ്ങളെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇന്റേണൽ ട്രേഡ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ്, ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിഫറെന്റ് ലോസും റെഗുലേഷൻസും ഉണ്ടാകും. അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അല്ലെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളെയും ഇന്നൊവേഷനെയും പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷന്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റുകളുമായിട്ടും മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും സഹകരിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നടപ്പിലാക്കുക, ഇന്ത്യയിലെ കൊമേഴ്സ്, ഡിജിറ്റൽ എക്കണോമി, ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് NRLM കുറിച്ചാണ്, അല്ലെങ്കിൽ ദീൻ ദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷനെ കുറിച്ചാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലത്തെ PIB ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ദീൻ ദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ എന്ന് പറയുന്നത് 2011 മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ സമയത്ത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അന്ന് ഈ പദ്ധതിയുടെ പേര് വേറെ ആയിരുന്നു. അത് പിന്നീട് ഈ പദ്ധതി ആക്ച്വലി 2011 വരുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്വർണ്ണ ജയന്തി ഗ്രാം സ്വറോസ്ഗാർ യോജന, അല്ലെങ്കിൽ SGSY എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനെ റീനെയിം ചെയ്തിട്ടാണ് 2011 ഈ പദ്ധതി വരുന്നത്, അല്ലെങ്കിൽ അതിനെ റീസ്ട്രക്ചർ ചെയ്തു വന്ന പദ്ധതിയാണ് ഇത്. പിന്നീട് 2015 ഈ പദ്ധതിയുടെ പേര് ദീൻ ദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ എന്നാക്കിയിട്ട് മാറ്റുന്നത്. അപ്പൊ ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ റൂറൽ പോവേർട്ടി, അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. എലിമിനേഷൻ ഓഫ് റൂറൽ പോവേർട്ടി ആണ്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിവ്ലിഹുഡ്സ് പ്രൊമോട്ട് ചെയ്യുകയും, അതുപോലെ തന്നെ ഈ ഗ്രാമീണ മേഖലകളിലുള്ള ആളുകൾക്കുള്ള ഫിനാൻഷ്യൽ സർവീസ് ആക്സസ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുക, അതുവഴി ഗ്രാമീണ മേഖലകളിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ, ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും ശ്രമിക്കുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഈ സ്പിരിറ്റ് ഓഫ് സെൽഫ് ഹെൽപ്പ് എന്നുള്ള ബേസിസിലാണ്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഇമ്പാക്ട്സ്
എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ പറയുന്ന ഗ്രാമീണ മേഖലകളിലുള്ള വീടുകളെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളായിട്ട് മൊബിലൈസ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് എല്ലാ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലും അറ്റ്ലീസ്റ്റ് ഈ ഗ്രാമീണ മേഖലകളിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന വീടുകളിൽ നിന്നുള്ള അറ്റ്ലീസ്റ്റ് ഒരു സ്ത്രീയെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്കും അതിലെ മെമ്പേഴ്സിനും ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് ഫിനാൻഷ്യൽ റിസോഴ്സസിലേക്കുള്ള ആക്സസ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ്. ഇനി ഈ പദ്ധതിക്ക് കീഴിൽ വരുന്ന ചില സബ് പ്രോഗ്രാംസ് ഉണ്ട്. ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രധാനപ്പെട്ട സബ് പ്രോഗ്രാംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന്, മഹിള കിസാൻ സശക്തികരൺ പരിയോജന അല്ലെങ്കിൽ MKSP എന്ന് പറയുന്നതാണ്. സോ ഇത് ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലെ റൂറൽ മേഖലകളിലുള്ള അഗ്രോ എക്കോളജിക്കൽ പ്രാക്ടീസസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ഉള്ളത്. അപ്പോൾ അതുവഴി ഈ വനിതാ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അവരുടെ ഇൻപുട്ട് കോസ്റ്റ്, അതായത് ഈ കൃഷിക്ക് ആവശ്യമായിട്ട് വരുന്ന ചെലവ് കുറക്കുക, റിസ്കുകൾ കുറക്കുക എന്നുള്ളതൊക്കെയാണ് ഈ MKSP പദ്ധതിയുടെ ലക്ഷ്യം. ഇനി രണ്ടാമത്തത് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ SVEP ആണ്. ഈ റൂറൽ ഏരിയാസിലുള്ള, ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് ലോക്കൽ എന്റർപ്രൈസസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന പദ്ധതിയാണ് SVEP എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് അജീവിക ഗ്രാമീൺ എക്സ്പ്രസ് യോജന അല്ലെങ്കിൽ AGEY ആണ്. ഇത് 2017 ലോഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ റിമോട്ട് റൂറൽ വില്ലേജസിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ സേഫ്, അഫോർഡബിൾ ആൻഡ് കമ്മ്യൂണിറ്റി മോണിറ്റേർഡ് ആയിട്ടുള്ള റൂറൽ ട്രാൻസ്പോർട്ട് സർവീസസ് അല്ലെങ്കിൽ യാത്രോപാധികൾ ശരിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന അല്ലെങ്കിൽ DDU-GKY ആണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ പ്ലേസ്മെന്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കലാണ്. അതായത് ഈ ഗ്രാമീണ മേഖലകളിലുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഹയർ വേജ് കിട്ടുന്ന എംപ്ലോയ്മെന്റിലേക്ക് ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ശമ്പളം കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ വരുമാനം കിട്ടുന്ന ജോലികളിൽ കയറാൻ അവരെ സഹായിക്കുന്ന രീതിയിൽ പ്ലേസ്മെന്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യലാണ്. മറ്റൊരു സബ് പ്രോഗ്രാമാണ് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു മറ്റൊരു പദ്ധതിയാണ് ഈ RSETIs എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള 31 ബാങ്കുകളുമായിട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകളുമായിട്ടും സഹകരിച്ചുകൊണ്ട് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ സഹായിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ, അല്ലെങ്കിൽ ഈ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നുള്ള കോമ്പോണന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുവഴി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രാമീണ മേഖലകളിലുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് സ്കിൽ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് ഒക്കെ അക്വയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ന്യൂസ് ആണ്. അത് നാൻകായ് ട്രോഫ് എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ഈ ജപ്പാനിൽ ഇപ്പോൾ ജാപ്പനീസ് ഗവൺമെൻറ് ഒരു സുനാമി വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ നാൻകായ് ട്രോഫ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വെസ്റ്റേൺ പസഫിക്കിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്മറീൻ ട്രോഫ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ട്രോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊരു ഡിപ്രഷനാണ്. അതായത് നമുക്കൊരു കാനിയൻ പോലെയല്ല, സബ്മേർജ്ഡ് ആയിട്ടുള്ള കാനിയൻ പോലെയല്ല, അതിനെക്കാട്ടിലും അത്ര ആഴോ അല്ലെങ്കിൽ അത്ര ഡെപ്ത് ഉണ്ടാവില്ല, അത്തരത്തിലുള്ള ഡിപ്രഷൻസിനെയാണ് ട്രോഫ്സ് എന്ന് പറയുക. സബ്മറീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൻ്റെ അടിയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ജപ്പാനകത്തുള്ള ഒരു നാൻകൈഡോ റീജൻ ഉണ്ട്. ഓക്കെ, ഈ നാൻകൈഡോ റീജൻ എന്ന് പറയുന്നത് ജപ്പാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐലൻഡ് ആയിട്ടുള്ള ഹോൻഷു എന്ന് പറയുന്ന ഐലൻഡ് ഉണ്ട്. ജപ്പാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ടോക്കിയോ, അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട കുറേ സിറ്റീസ് ആയിട്ടുള്ള ഹിരോഷിമ, ക്യോട്ടോ പോലുള്ള സിറ്റികളൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ജപ്പാനിലെ പ്രധാനപ്പെട്ട ഒരു ഐലൻഡാണ് ഈ ഹോൻഷു ഐലൻഡ്. ഈ ഹോൻഷു ഐലൻഡിൽ കിടക്കുന്ന ഒരു റീജനാണ് നാൻകൈഡോ റീജൻ എന്ന് പറയുന്നത്. ആ റീജന്റെ സൗത്ത് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രോഫാണ് നാൻകായ് ട്രോഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രോഫിന്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു ഫോൾട്ട് ഉണ്ട്, നാൻകായ് മെഗാ ത്രസ്റ്റ് എന്ന് പറയും. ഇത് ബേസിക്കലി ഈ ട്രോഫ് ഉണ്ടാവാനും ഇതിന്റെ താഴത്ത് കിടക്കുന്ന ഈ ഒരു ഫോൾട്ട് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതൊരു സബ്ഡക്ഷൻ സോണാണ് എന്നുള്ളതാണ്. അതായത് ഇവിടെയുള്ള രണ്ട് പ്ലേറ്റുകൾ പരസ്പരം കൂട്ടിമുട്ടി ഒരു പ്ലേറ്റ് സബ്ഡക്റ്റ് ചെയ്യുന്നൊരു സോണാണ്
ഈ ഒരു നാൻകായ് ട്രോഫിൻ്റെ താഴത്തായിട്ടുള്ളത്. അതായത് ഇവിടെയുള്ള ഫിലിപ്പീൻ സീ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റിൻ്റെ താഴത്തേക്ക് സബ്ഡക്റ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റ് ടെക്ടോണിക് തിയറിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് അതുകൊണ്ട് തന്നെ ഈ പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് അവിടെ റെഗുലർ ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഇത് ഒരു എർത്ത് സോണാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നടക്കുന്ന വളരെ വലിയ എർത്ത് ക്വിക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് നാൻകായ് മെഗാത്രസ്റ്റ് എർത്ത് ക്വിക്കുകൾ എന്ന് പറയുന്നത്. മെഗാത്രസ്റ്റ് എർത്ത് ക്വിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിക്ടർ സ്കെയിലിൽ 8 അതിൽ കൂടുതലോ ഒക്കെ രേഖപ്പെടുത്തുന്ന വലിയ എർത്ത് ക്വിക്കുകളാണ്. അപ്പോൾ അത് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ നാൻകായ് ട്രോഫ് എന്ന് പറയുന്ന റീജൻ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സുനാമി വാർണിംഗ് വരാനുള്ള കാരണം ഇവിടെ വന്നിട്ടുള്ള ഒരു എർത്ത് ക്വിക്ക് ആണെന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.